ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കൂട്ടുകാരെ? അപ്പൊ നമ്മൾ മാക്സിന്റെ എന്താ തുണി വിറ്റ് മാഷാ അള്ളാ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരുപാട് കൂട്ടുകാർക്ക് സ്റ്റാർട്ടിങ് ചെയ്യാൻ ബിസിനസ് മാക്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കും അതിലുപരി വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചുള്ള കാര്യമാണത്. അതിന് ആരും കൂടെ വരില്ല. ഇപ്പൊ ഞാന് എന്റെ ഐഡിയ, എന്റെ ചിന്ത, എന്റെ പിന്നെ എന്താ പറയാ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അത് പിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ ഈ ബിസിനസിനെ കേന്ദ്രീകരിച്ചിട്ട് ആ ബിസിനസ് ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളും ഒരു ആവേശത്തിലെടുത്ത് ചാടാൻ പറ്റുന്നല്ല ഒരു ബിസിനസ് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്യുമ്പം ചിലപ്പം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പീസ് എടുക്കാം, കുറച്ച് ആൾക്കാർ ചിലപ്പോൾ വരാതിരിക്കാം, ചിലപ്പം ആൾക്കാർ നമ്മളെ പിന്നെ എന്താ പറയാ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ പിന്നെ പല രീതിയിൽ അവർ പലതും പറഞ്ഞു നോക്കാം, പിന്നെ എന്താ നെഗറ്റീവ് പറയാം, ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ പറയാം. അല്ല എനിക്ക് വേറെ പണിയില്ലേ, എന്തിനാ ചെങ്ങ ഇതിന്റെ പിന്നാലെ കിടക്കണ, കേറി കിടന്ന് ഉറങ്ങിക്കൂടെ, ഇതൊക്കെ നടക്കൂലടി, അതൊക്കെ കണക്കന്നടി എന്നൊക്കെ പറഞ്ഞു വരുന്നവരുണ്ടാവാം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കാം, നിങ്ങൾക്ക് വളരണമെങ്കിൽ നിങ്ങൾ തന്നെ അതിന് പ്രയത്നിക്കണം. മറ്റുള്ളവർ ചിലപ്പം പല രീതിയിൽ നിങ്ങളെ നെഗറ്റീവ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് കാട്ടണം, അത് പോസിറ്റീവായി എടുക്കണം. അതായത് വാശി കൊടുക്കണം. നല്ല വാശി എപ്പോഴും നല്ലതാണ്, ചീത്ത വാശിയല്ല പറയുന്നത്, നല്ലത്. നല്ല കാര്യത്തിന് വാശി കൂടുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ഈ വാശി കൂടുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കാനോ അതിന് റിയാക്ഷൻ ചെയ്യാനോ അതിന് മറുപടി കൊടുക്കാനോ അല്ല നിൽക്കേണ്ടത്. പകരം നിങ്ങൾ ഈ ബിസിനസ് വലുതാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടത്, നിങ്ങൾ പ്രവർത്തിക്കണം. അവർക്കെതിരായിട്ടല്ല, അവരോട് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നമ്മളെ കസ്റ്റമർ ആക്കി എടുക്കണം. അതാണ് നിങ്ങൾ തന്ത്രം. അപ്പൊ അതിന് വേണ്ടത് ഇപ്പോ നമുക്ക് സമയം വേണം. അതുപോലെ തന്നെ നമ്മളിതിൽ ഇൻവോൾവ് ആയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കാം, മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് കണ്ടു നോക്കാം. അതിൽ നിന്നൊക്കെ മോട്ടിവേഷൻ കിട്ടും. ചിന്തിക്കുക, നിങ്ങളുടെ അയൽവാസികൾ എങ്ങനെയാണ്, നമ്മളെ ഏരിയ എങ്ങനെയാണ്, നമ്മളെ ആരൊക്കെ ഇതിൽ ഇൻവോൾവ് ആക്കണം. ഒരു പിന്നെ ഗ്രൂപ്പ് തുടങ്ങുക, ആ ഗ്രൂപ്പിൽ നമ്മൾ ഇട്ട് കൊടുക്കുക, നമ്മളെ ഫ്രണ്ട്ലി മറ്റുള്ളവരോടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. നമുക്ക് മാക്സിമം ചിലപ്പോൾ അവരൊക്കെ നെഗറ്റീവ് പറഞ്ഞു തരും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾ ചെയ്യുമ്പോൾ ഉള്ള ഒരു അസൂയ ഉണ്ടല്ലോ, ജലസ്, അത് അവരെ മനസ്സിൽ ഉണ്ടാവുമ്പോ അവര് വാക്കുകളിലൂടെ അങ്ങനെ വരും. അപ്പൊ അതുകൊണ്ടൊന്നും തളരരുത്. ഈ തുണി എന്ന് പറയുന്നത് ഫുഡിനെ പോലെയുള്ള സംഭവമല്ല, ഒരിക്കൽ പോലും കേട് വന്ന് പോവില്ല. പ്രത്യേകിച്ച് ബിറ്റുകളൊക്കെ ആകുമ്പോൾ പറയും വേണ്ട. നമുക്കത് പല രൂപത്തിലാക്കി എടുക്കാൻ പറ്റും. ഷോർട്ട് ടോപ്പ് ആയിട്ട്, ചെറിയ കുട്ടികൾക്ക് ഷോർട്ട് ടോപ്പ് ആയിട്ട് എടുക്കാൻ പറ്റും, പിന്നെ കോഡ് സെറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വെറും ടോപ്പായിട്ട് വലിയവർക്ക് ടോപ്പായിട്ട് എടുക്കാൻ പറ്റും, ഫ്രോക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും, ഫ്രോക്ക് നൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ പല രീതിയിൽ നമുക്കത് പിന്നെ ഇപ്പൊ പോപ്ലൂൺ ടോപ്പ് വരുന്നുണ്ട്, ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആക്കിയിട്ട് നമുക്ക് പല രീതിയിൽ അത് ആക്കാൻ പറ്റും. മാത്രമല്ല അത് കേടൊന്നും ചീഞ്ഞ് നാറി പോകുന്നില്ല. ഏറെ പറയും ഇതിന്റെ ഒരു ഇത് കഴിഞ്ഞ്, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള സംഭവം ബിറ്റിലൊന്നും അങ്ങനെ വരില്ല, അതൊക്കെ വെറുതെ പറയാം. മാക്സി പ്രത്യേകിച്ച്, മാക്സിക്ക് എന്ന് പറഞ്ഞാല് എപ്പോ വേണമെങ്കിലും മാക്സി തുണി കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, മാക്സി ആയാലും ശരി. അപ്പോ ഒന്ന് മനസ്സിലാക്കല്, ഞാനാണ് ഇത് തുടങ്ങുന്നെങ്കിൽ എനിക്ക് വേണ്ടത് ഞാൻ തന്നെ ചെയ്യണം. അപ്പൊ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേട്ട് ഇതിൽ ചിരിച്ചു തള്ളല്ലെങ്കിൽ അവരെയും കൂടെ നമ്മൾ കസ്റ്റമർ ആക്കി എടുക്കേണ്ടത്. നാളെ അവർ പറയണം, അടി അങ്ങനെ ഇത് തുടങ്ങിയതല്ലേ, അതുകൊണ്ട് ഇപ്പൊ നീ എവിടെ എത്തിയെന്ന്. ഒരു കഥ കേൾക്കണോ? ഞാൻ ഈ ഇതിലേക്ക് വന്ന ഈ എന്റെ മാക്സി മാത്രമല്ല കേട്ടോ, ഞാൻ സ്റ്റിച്ചിങ്ങിലേക്ക് ആദ്യമായിട്ട് വന്നത്, സ്റ്റിച്ചിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങി, ഞാൻ കുറേശ്ശെ തുടങ്ങി വെച്ചിരുന്ന കാര്യങ്ങളാണ്. നാട്ടിൽ കുട്ടിയാണ്, നന്ന കുട്ടിയാണ് സമയത്ത്, എന്റെ പാട്ട് പഠിക്കാനൊക്കെ പാട്ടിന്റെ കൂടെ പോകുന്ന സമയത്ത് ഇതേപോലെ എന്റെ ഉസ്താദ് ബട്ടൺസ് ഹോൾസ് തുന്നാൻ തരുമായിരുന്നു. അത് കൂടുതലും തന്നിട്ടില്ല. അപ്പൊ അതിനെ സമയം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇതിന് കെട്ടിക്കലൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ ഭർത്താവ് എന്നെ പുറത്തു കൊണ്ടുപോയ സമയത്ത് ഭാഷ പഠിക്കാൻ മാത്രമായിട്ട് എന്നെ പറഞ്ഞേക്കുന്നതാണ്. അതായത് എന്റെ ഭർത്താവ് പറഞ്ഞു, നീ ഇത് നയിച്ചു കൊണ്ടുവന്നിട്ട് എനിക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വലിയൊരു കോണ്ടാക്ടറാണ്. അപ്പൊ എന്നെ പ്രതി ആൾക്കാർ ജീവിക്കുകയാണ്, കാരണം ഞാൻ കൊടുത്തിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഈ നയിച്ചു കൊടുത്തിട്ട് പെണ്ണായി കിടക്കണ ഈ നയിച്ചു കൊടുത്തിട്ട് എനിക്ക് ജീവിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് പോട്ടെ. അങ്ങനെ എന്നെ ഭാഷ പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന ഒരു 3 മാസം കൊണ്ട് 2 കുട്ടികളെ, എട്ട കുട്ടികളെ ഒരു പിന്നെ ഹോം കെയർ ഒരു വീട്ടില്
ആക്കി കൊടുത്തിട്ട് അത്രയും ടൈം കൊണ്ട് ഞാൻ പോയിട്ട് വരണം, ഒരു സംഖ്യ അവിടെ കൊടുക്കണം, ആ ടൈം കൊണ്ട് ഞാൻ പോയിട്ട് വരും വേണം. എനിക്ക് പോകുന്നിടത്ത് ഭാഷ വലിയ വശമില്ല, ഹിന്ദി. അപ്പൊ ഇംഗ്ലീഷും ഹിന്ദിയും കൂടെ കൂട്ടിയിട്ടാണ് അവർ പറയാ, മലയാളം അവർക്ക് അറിയില്ല. അങ്ങനെ കുറച്ച് മാത്രം പഠിച്ചുള്ളൂ. പിന്നെ എനിക്ക് നാട്ടിൽ വേണ്ടി വരേണ്ട ആവശ്യം വന്ന്, പിന്നെ അങ്ങനെ പോയി അത് കട്ടായി. ബാക്കിയൊക്കെ എന്റെ ഐഡിയ കൂടെ ഞാൻ എടുത്താണ്. ഞാൻ യൂട്യൂബ് ഒന്നും നോക്കിയിട്ടില്ല, അന്ന് എനിക്ക് അങ്ങനത്തെ ഒരു മൊബൈലും ഇല്ല. പിന്നെ എന്റെ ഐഡിയ കൂടെ ഞാൻ എനിക്ക് അതിനോടുള്ള ഒരു പാഷന്, കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്ത് കൊടുക്കുന്ന ഒരു ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഉമ്മാന്റെ ഇന്ത്യ ഒക്കെ സാരി ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഓരോന്ന് കാട്ടി കൂട്ടിയിട്ട് ഞാൻ ചെയ്തിട്ട് അങ്ങനെ പഠിച്ചതാണ് എന്റേത്. പിന്നെ കുറച്ചാണ്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിന്റെ ശേഷം ഞാൻ സ്വന്തമായിട്ട് ചെയ്യൽ കൊടുത്തി, തയ്ക്കൽ കൊടുത്തി, ഞാൻ ഒരു ഷോപ്പ് ഇടലൊക്കെ തുടങ്ങി. അവിടുന്ന് അങ്ങനെ ബെറ്ററായി ഞാൻ എന്റെ ഐഡിയ കൂടെ ഓരോന്ന് ഞാൻ തന്നെ ചെയ്ത് അങ്ങനെ പഠിപ്പിക്കലും തുടങ്ങി. പിന്നെ ഞാൻ എന്റെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഈ പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത്. ഇപ്പൊ ഇതിലേക്ക് വരുന്ന ഷോപ്പ് ഇടുന്നതിന് മുമ്പ് ഞാൻ എന്റെ നാട്ടിൽ തന്നെ ഒരു ക്വാർട്ടേഴ്സ് താമസിക്കുന്ന സമയത്ത് ഹിന്ദിക്കാർ വന്നിട്ട് ഇങ്ങനെ ബിറ്റുകൾ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ അത്യാവശ്യം എല്ലാവർക്കും തയ്ച്ചു കൊടുക്കും, ഓൾട്രേഷൻ ചെയ്ത് കൊടുക്കും, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കും, ടോപ്പൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ എനിക്ക് കുറേശ്ശെ പൈസ ആയിട്ട് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ തന്നെ നബിദിനം എന്ന് പറഞ്ഞാൽ ഭയങ്കര, എപ്പോഴും അങ്ങനെ തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ അന്നത്തെ അത്ര ഇന്നില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര സംഭവമാണ് കേട്ടോ. പുതിയ ഡ്രസ്സ് ഇടുക, പെരുന്നാൾ പോലെ തന്നെ ഞങ്ങൾ ആഘോഷിക്കും, മൈലാഞ്ചി ഇടാം. പിന്നെ ഫുഡൊക്കെ നമുക്ക് ഇറച്ചിയൊക്കെ എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ ചോറും കറിയൊക്കെ ഒന്നിച്ച് കൊണ്ടുവന്നില്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ ആയപ്പം ഇറച്ചിയൊക്കെ നമുക്ക് പുലർച്ചയ്ക്ക് ഒരു 3 മണി തൊട്ടിട്ട് നമ്മളെ വീടുകളിലെത്തും. 3-4 മണി 5 മണിന്റെ ഉള്ളിൽ എല്ലാവർക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും ഇറച്ചികളെത്തും. ഇറച്ചി ഇങ്ങനെ വീടാൻ തോറും കുട്ടികൾ കൊണ്ടുവന്നരും. അത് നമ്മൾ പാകം ചെയ്ത് ആവുമ്പോഴത്തേന് നമുക്ക് ചോറും എത്തും. പിന്നെ അതിന്റെ തലേന്ന് രാത്രി നമ്മൾ ഉറങ്ങലില്ല, മൈലാഞ്ചിടലും അത്ര ഹറാണ്. കാരണം 3 മണി ആകുമ്പോഴത്തേന് ഇറച്ചി എത്തണല്ലോ, അപ്പൊ ഉറങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അയിമലുള്ള പണിയാണ്. പിന്നെ അത് കഴിഞ്ഞതിന്റെ ശേഷം ചോറ് എത്തും ചെയ്യും. അത് നമ്മൾ തിന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നബിദിനാറാവി അപ്പുറത്തും ഇപ്പുറത്തും കൂടെ ഒക്കെ വരലും. പിന്നെ രാത്രി കുട്ടികളെ പരിപാടി കാണാൻ പോകും. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ നല്ല ഭയങ്കര രസമാണ്. സൈഡിൽ നമ്മളെ ഫുട്പാത്തിലൊക്കെ നല്ല ലൈറ്റും സജ്ജീകരണങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സംഭവം പോലെയാണ്. അപ്പൊ എല്ലാവരും കോടികൾ ഇടുന്ന ദിവസമാണ്. ചെറിയ വിലക്കുള്ള മാക്സികളായാൽ പോലും അത് ഇടുന്നതാണ്. വലിയ ഇതല്ല, കോടികൾ ഇടും, അത് ഒരു രസമാണ്. അപ്പൊ ആ സമയം അങ്ങനെ ഒരു ഇത് വന്നപ്പോ എനിക്ക് തോന്നി, ഈ ഹിന്ദിക്കാരൻ വന്നപ്പോ വെറും പിന്നെന്താ പറയാ, ഒരു ഷോർട്ട് ടോപ്പിന്റെ തുണികളാണെന്നുള്ളത്. അപ്പൊ ഒരു എന്താ പറയാ, ആ തുണിക്ക് പറയാ ഒരു ഖനമില്ലാത്ത ഒരു സൈസ് തുണികളാണ്. പോപ്കോൺ പോലത്തെ ഒരു തുണിയാണ്. അതായത് വെയിറ്റ് ഇല്ല എന്നാ വെയിറ്റ് ഉണ്ട്, എന്നാലും അടിക്കൂല, ലൈനിങ് ഇടണം വേണ്ട, അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് തുണിയാണ്. അപ്പൊ ഈ ആള് ഡൽഹി അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ, ഗുജറാത്ത് ആ ഭാഗങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ആള് കിലോ കണക്കിന് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ആ ആള് വന്നപ്പോ എന്നോട് പറഞ്ഞ് എടുക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഹിന്ദി അയാൾക്ക് അറിയുള്ളൂ, മലയാളം അധികം അറിയില്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ തോന്നി, എന്തുകൊണ്ട് ഇയാൾക്ക് കുറച്ച് പീസ് എടുത്തിട്ട് തയ്ച്ചു കൊടുത്തുകൂടാന്ന്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, പിന്നെ ഭയ്യ ഒരു കാര്യം ചെയ്യേ, എന്റെ അടുത്ത് ഒരു 1000 രൂപ ഉണ്ട്. അപ്പൊ അയാൾ അതിന് 300 രൂപ 350 റുപ്യൊക്കെയാണ് ഒരു ബിറ്റിന് പറഞ്ഞത്, ഷോൾ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഭയ്യ ഒരു കാര്യം ചെയ്യും, എന്റെ അടുത്ത് ഒരു 1000 രൂപ ഉണ്ട്, 1000 രൂപക്ക് ഒരു 10 പീസ് തരുമെന്ന് വെച്ച്. അപ്പൊ അയാൾ പറഞ്ഞു അത് പറ്റൂലെന്ന് പറഞ്ഞു, തരാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ, അല്ല ഭയ്യ, ഈ 10 പീസ് നിങ്ങള് 100 കടകളിലോ അല്ല വീട്ടിലോ അല്ലെങ്കിൽ പിന്നെ ഒരു 200 വീട്ടിലോ ഒക്കെ പോകേണ്ടി വരൂലേ, അത്രയും ദൂരം കിലോമീറ്റർ നടന്ന് പോയിട്ടല്ലേ ഈ 10 പീസ് ഒന്ന് നിങ്ങൾക്ക് വിറ്റ് കഴിയാ. അതേസമയം നിങ്ങളടുത്ത് ഉള്ള എത്രയെന്ന് ചോദിച്ചപ്പോ 10 പീസേ ഉള്ളൂ. ഇത് മൊത്തം ഞാൻ എടുത്തു കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് പുതിയത് കൊടുത്തിട്ട് വിൽക്കാലോ, എന്തായാലും നിങ്ങൾക്ക് ഇത് ലാഭം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് എനിക്കറിയാം. ഞങ്ങൾ അവിടെ ആ നാട്ടിൽ നിന്ന് തന്നെയാണ്, നിങ്ങൾ കിലോ കണക്കിന് കൊണ്ടുവരുന്നല്ലേ, ഇതിൽ കുറച്ച് ഡാമേജും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ഉണ്ടാവുമല്ലോ. എന്റെ അടുത്ത് ഇതുണ്ട്, എനിക്കൊരു ബിസിനസ് ചെയ്യാന്ന് തോന്നുന്നു ഇത് വാങ്ങിയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നിന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ 10 വിറ്റ് എനിക്ക് തന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ 1000 രൂപ ആൾക്ക് കൊടുത്തു. അന്ന് ഞാൻ അറിയില്ല അതെങ്ങനെ വിറ്റ് പോകുന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല്, പിന്നെ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ എല്ലാവർക്കും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇത് നിങ്ങൾക്ക് 100 രൂപക്ക് അടിച്ചു തരാം, ടോപ്പും പാൻറ്റും 100 രൂപക്ക് അടിച്ചു തരാം, ഈ തുണിക്ക് 200 രൂപ തന്നാൽ മതി. അപ്പൊ ഒരു 300 രൂപ കൊണ്ട് നിങ്ങൾ കാര്യങ്ങളാണ് നടക്കും, അടിച്ചുപൊളി, നിങ്ങൾ ഏത് പറഞ്ഞ മോഡലാണ് ചെയ്തുതരാൻ തന്നെ. അപ്പൊ അവർക്ക് വളരെയധികം സന്തോഷമായി. എല്ലാവരും 300 റുപ്യയിലുള്ളൂ അരിഫാദ, അടിപൊളി, ഞങ്ങൾ പിന്നെ തരാം, ഞങ്ങൾ ഇത് തരാം, അടിച്ചു തരും, ഞങ്ങൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തർ എടുത്തു, ആയിക്കോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചിലര് റെഡി ക്യാഷ് തന്നവരുണ്ട്, ചിലർ പിന്നെ തരാൻ തന്നിട്ടുണ്ട്. അങ്ങനെ 10 എങ്ങനെ പോയി തീർന്നതെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ 300 റുപ്യ വീതം 10 പീസിന് എനിക്ക് കിട്ടി. അപ്പൊ എത്ര റുപ്യായി?
എനിക്ക് പോയത് ഓരോ ഉണ്ട നൂല് മാത്രം, ഒരു 1000 രൂപയെ അല്ലെ, കുറച്ച് ടൈം ഞാൻ സ്പെൻഡ് ചെയ്ത്, അത്രേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് എന്റേത്. അന്ന് തൊട്ട് എനിക്ക് തുടങ്ങി, അന്നല്ല എനിക്ക് ചെറുപ്പത്തിലേ ഉണ്ട് ഈ ബിസിനസ്സിനോട് ഭയങ്കര കമ്പം. അത് കുട്ടിക്കാലത്തുള്ള കേട്ടോ. ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അടുത്തൊക്കെ പോയിട്ട് സ്കൂൾ വിട്ട് വന്നാല് കടലൊക്കെ വിറ്റിട്ട് നടക്കും. വീട് വീടാന്തോറൊക്കെ നടക്കും. എല്ലാരും വാങ്ങും എന്റെ അടുത്ത് 25 പൈസക്ക് 10 പൈസക്കൊക്കെ. പിന്നെ ഒഴിവുള്ള സമയങ്ങളിൽ എന്താ ഈ ഇതുണ്ടല്ലോ കഞ്ഞിവെള്ളം അരിച്ചിട്ട് പച്ചമുളക് അതിൽ ഇതാക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം അരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കും. എന്നിട്ട് കൂട്ടുകാരികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും നമ്മളെ പ്രായമുള്ള കുട്ടികൾ, അവരോട് ഇത്തള് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഞാൻ എന്നിട്ടും ഈ ഇത്തളിന് ലേശം ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കും. മോരും വെള്ളം പറഞ്ഞിട്ട്, മോരൊന്നും എനിക്കറിയില്ല, എന്റെ കഞ്ഞിവെള്ളം കുടിച്ചതാണെന്ന് എന്റെ വിചാരം. കാരണം അത് കൊടുത്തരാനും ആളില്ല, നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആളുമില്ല. ഇന്നൊരു പലകമ വെച്ചിട്ട് വീട്ടിൽ നിന്നിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അന്ന് ബിസിനസിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അവിടുന്ന് ഞാൻ പിന്നെ ഒരു ഷോപ്പ് ഇടണം എന്നുള്ള ചിന്ത വരണം. അങ്ങനെ ഞങ്ങൾ വേറെ ഒരു ഏരിയക്ക്, എന്റെ നാട്ടിൽ നിന്ന് കുറച്ചുകൊണ്ട് ഏരിയക്ക് മാറിയപ്പം ഇതേപോലെ പല ആൾക്കാരും പറഞ്ഞു, മോളെ ഇജ്ജ് ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് തയ്യലും പഠിപ്പിച്ചെന്നാണ്. നിന്റെ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പിന്നെ ചവിട്ടാൻ പഠിച്ചിട്ടാൽ അവനെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കുറെ തള്ളാര്, കുറെ പ്രായമുള്ളവര്, എന്നെക്കാളും പ്രായമുള്ളവര് ഒക്കെ ആയിരുന്നു. അവർക്കൊക്കെ ഞാൻ ക്ലാസ് കൊടുത്തു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. മാത്രമല്ല അവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് അങ്ങനെ വളർന്നു വളർന്നു വരുന്നത്. പിന്നെ ഞാൻ എന്റെ ഒരു പിന്നോട്ട് നിരോധനം വന്ന സമയത്താണ് ഞാൻ അത് എന്റെ ബിസിനസ് ഒരു ഫ്ലോപ്പായി പോകുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും, തയ്യൽ അറിയാത്തവർക്ക് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നൈറ്റി ബിറ്റ് വാങ്ങിക്കഴിഞ്ഞാല് തയ്ക്കാൻ അറിയുന്നവർക്കെല്ലാം അങ്ങനെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അടിച്ചു കൊടുത്തു കഴിഞ്ഞാലല്ലേ? അല്ല, അതല്ലാതെ നമുക്ക് മാക്സി തുണി കൊണ്ടും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതിന് ഒരു സംഭവമാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള മാക്സികളാണ് ഇതെല്ലാം. ഈ റെഡിമെയ്ഡ് മാക്സി തയ്ക്കാൻ അറിയാത്തവർക്ക്, ജസ്റ്റ് നമുക്ക് മെഷീൻ ചവിട്ടാൻ അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്നും വരുമാനം ഉണ്ടാക്കാൻ പറ്റും, വേറെ രീതിയിലും. ഇത് ഞാൻ റീറ്റെയിൽ പ്രൈസ് പറയുന്നത് 238 രൂപയാണ് ഇത് നമ്മൾ റീറ്റെയിൽ പ്രൈസ് വരുന്നത്. നല്ല അടിച്ചുപൊളി കോട്ടന്റെ തുണിയാണ് കേട്ടോ. ഇതിലും കുറഞ്ഞിട്ടൊക്കെ പല രീതിയിലും പല ആൾക്കാർ കൊടുക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ പല തുണികളും പല രീതിയിലാണ്. നമ്മളെടുത്ത് ഈ തുണി എടുത്തവര് ഇനി പറയട്ടെ, നമ്മൾ പറയുന്ന തുണിക്ക് ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വില വാങ്ങുന്നത്. ഇത് 238 രൂപയ്ക്ക് നിങ്ങൾ വാങ്ങണമെന്നില്ല. ഹോൾസെയിൽ പ്രൈസ് 10 എണ്ണം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മളിത് 199 രൂപയ്ക്ക് തരും. നിങ്ങൾക്ക് ഈ പ്രൈസിന് ആൾക്കാർക്ക് കൊടുക്കാം. പിന്നെ ഇതിന്റെ മേലെ കൂടെ നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കണം, അങ്ങനെ ചെയ്യാം. ഷെയ്പ്പാക്കി കൊടുക്കണം, അങ്ങനെ ചെയ്യാം. 50 രൂപ എക്സ്ട്രാ കിട്ടും. മനസ്സിലാണ്ട? അപ്പൊ മെഷീൻ ഒന്ന് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ടൈലറിംഗ് എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല. ഏത് രീതിയിൽ കൂടെ നോക്കുകയാണെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് നമുക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല, സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല, ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യണമെന്നില്ല. അങ്ങനെ പോകുന്നുണ്ട്, ഫാഷൻ ഡിസൈനർ ആയിട്ട് പോകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലാത്തതിനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെയുള്ള സംഭവത. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, അതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാം. നിങ്ങൾക്കും ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങാം. അപ്പൊ ഇത് നോക്കാം, ഇതൊരു പീക്കോ കളറാണ്, ഇതേ പ്രിന്റ് ആണ്, ഇതേപോലെ സ്ലീവ് ഒക്കെ ഇതൊക്കെ ഉണ്ടാവും. ഇതാണ് ഞാൻ ഒന്ന് മാത്രം നിവർത്തി കാണിക്കുന്നത്. സ്ലീവ് ഒക്കെ നല്ല 3/4 സ്ലീവ് ആണ്, അടിച്ചുപൊളി നല്ല കളറാണ്, ചിന്മയ കളർ. ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചപ്പം പലരും പറഞ്ഞ് തയ്ക്കാൻ അറിയുന്നവർക്ക് മാത്രമല്ല ഇപ്പൊ ബിറ്റ് വാങ്ങിയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇത് പീക്കോക്ക് കളർ കണ്ടോ, ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണിത്. നിങ്ങൾ ഇതന്നെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എടുക്കുമ്പോൾ ഇതേപോലെ തന്നെ കളർ ചേഞ്ചിൽ ഒരേ പ്രിന്റിൽ തന്നെ 6 8 എടുക്കണം. പ്രിന്റ് എടുത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കളറും എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒക്കെ 199 രൂപക്ക് ഞാൻ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരും. റീറ്റെയിലാണെങ്കിൽ ആ റേറ്റ് നമുക്ക് കുറക്കാനും പറ്റൂല. കണ്ടില്ലേ, ഇത് നല്ലൊരു പിസ്ത, നല്ല അടിച്ചുപൊളി പിസ്ത കളറാണ്. പിന്നെ ഇത് കുറച്ച് വില കൂടും. 199 രൂപക്ക് ഇതാണ് വരുന്നത്. ഈ 4 പീസാണ് വരുന്നത്. പിന്നെ ഇതേ പ്രൈസിനുള്ളത് ഞാൻ നോക്കട്ടെ, അതും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത് 235 രൂപ ആണ് നമ്മൾ റീറ്റെയിൽ പ്രൈസ് കൊടുക്കുന്നത്. 199 രൂപക്ക് ഇതും തരും. അപ്പൊ ഇതിന്റെ ശരിക്കുള്ളത് കാണണമെങ്കിൽ, പ്രിന്റ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഒരേ പ്രിന്റ് ആണ്. ഇതും 56 സൈസിലാണ്, നല്ല വീതിയൊക്കെ ഉള്ള തന്നെയാണ്. 3/4 സ്ലീവ് തന്നെയാണ്, കണ്ടോ. അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിക്കാം.
ഇത് ഇതിന്റെ കളർ ചേഞ്ച് ആണ്, കണ്ടോ? നല്ല ഒരു കളറാണ്, നല്ല നല്ല ചിക്കു ചിക്കു കളറില് കോഫി ഡിസൈൻ ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതാ ഇത് നല്ലൊരു കളറാണ്. പിന്നെ അതേപോലെ തന്നെ ഇതും കണ്ടോ, അതിന്റെ ഒക്കെ ഇത് ഇട്ടോളിയും. അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള തന്നെ ഒരു വേറൊരു പ്രിന്റ് ആണ് ഇത്. അപ്പോ ഇത്രയും മാക്സികള് ഇത് വേറെ പ്രൈസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ അത് ഇതിലിടാത്തത്. 199 രൂപക്ക് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് തരും. അപ്പൊ താല്പര്യമുള്ളവര്, സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് ഇങ്ങനെ വരുമാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് മിക്സ് ആയിട്ട് ഇതിന് എടുക്കാം. നിങ്ങൾക്ക് അറിയാം, ഹോൾസെയിൽ എടുക്കുമ്പോൾ നമുക്ക് മിക്സ് ആയിട്ട് കിട്ടില്ല. ഇത് എടുക്കുകയാണെങ്കിൽ ഇത്രയും കളർ ഇത്രയും സാധനം എടുക്കേണ്ടി വരും. അതേസമയം ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏത് പ്രിന്റ് വേണമെങ്കിലും മാറി എടുക്കാം. ഓക്കെ, അപ്പോ 10 എന്തായാലും കുറഞ്ഞത് എടുക്കണം, അപ്പോഴേ നമുക്ക് ആ റേറ്റിന് തരാൻ പറ്റുള്ളൂ. പ്രശ്നം തന്നെ. പക്ഷെ എല്ലാത്തിനും ചെയ്യാൻ ഞാൻ തന്നെ ഒറ്റയ്ക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് പ്രയാസം. അതിനിടയ്ക്ക് നമുക്ക് തയ്ക്കാനും വർക്ക് കൊടുക്കാനും പഠിപ്പിക്കാനും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ പിന്നെ വരിക, പേഴ്സണലായിട്ട് വരിക. വെറുതെ കളിക്കാനും ഇതാക്കരുത്. സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് എന്തായാലും തീരുമാനം എടുത്തതിന് ശേഷം മുന്നോട്ട് ഇറങ്ങിയാൽ ഒരിക്കൽ പോലും പിന്നോട്ട് കാല് വെക്കരുത്. ഇതും അതിൽ പെടുന്നതാണ്. ഇതിന്റെ പ്രിന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, ഞാൻ ആദ്യം കാണിച്ചിക്കണോന്ന് അറിയില്ല കേട്ടാ. ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത്. ഫുള്ള് ചെറിയ പൂക്കളാണ്. ഇത് നാളെ ഞാൻ കാണിച്ചു. ഇതിന് സ്ലീവ് ഒക്കെ അതേപോലെ തന്നെ 56 സൈസ്, നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആണ്. വലിയ സൈസ് ആണ്, വീതി ഒക്കെ ഉണ്ട് നല്ലോണം. അപ്പൊ അതിന്റെ വേറെ ഒരു കളർ ചേഞ്ച് ഞങ്ങൾക്ക് നോക്ക്. ഇതൊക്കെ വരുന്നത് 199 ഹോൾസെയിൽ ആണ് പറഞ്ഞത്. റീറ്റെയിൽ പ്രൈസ് വരുന്നത് 235, 38 ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് ബ്ലൂവിലാണ് വരുന്നത്, ഇത് ഗ്രീനിലാണ് വരുന്നത്. സ്ക്രീൻഷോട്ട് എടുത്തോളി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വരുമ്പോ ആവശ്യമുള്ളവർ മാത്രം എൻക്വയറി ചെയ്യാം. നമുക്ക് ടൈം വിലപ്പെട്ടതാണ്. ഇത് വേറൊരു കളറ്. ഇത് ഇപ്പൊ 3 മോഡല് 3 പ്രിന്റ് ഞാൻ കാണിച്ചു. അതിന് നിങ്ങൾക്ക് എങ്ങനെ ചൂസ് ചെയ്തെടുക്കാം. നമ്മൾ ഏത് വേണമെങ്കിൽ അങ്ങനെ തരും, അത് കുഴപ്പമില്ല. അപ്പൊ ഇത്രയും പെട്ടെന്ന് നമ്മളെ നമ്പറിൽ കൂടെ വാട്സപ്പ് ചെയ്യുക. ആദ്യം ക്യാഷ് തരുന്നവർക്ക് നമ്മൾ സംഭവം കൊടുക്കും എന്ന് വെച്ച് നിങ്ങൾ സങ്കടപ്പെടണ്ട. എന്തായാലും നമ്മൾ വീണ്ടും കൊണ്ടുവരും. അപ്പൊ എന്തായാലും ഈ സംഭവം ഉണ്ടാവില്ല, ഈ പ്രിന്റ് ഉണ്ടാവില്ല എന്നുള്ളൂ, വേറെ പ്രിന്റ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് വൈകണ്ട.